ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്നേഹമുള്ളവരെ, ഇന്നത്തെ വചനധ്യാനത്തിനായിട്ട് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 30 വരെയുള്ള വചനഭാഗമാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ഭാഗമാണ് ഇത്. യേശു പറയുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു സംഭവം. യേശു അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാചകമാണ് ഇന്നത്തെ ധ്യാനത്തിന് പ്രധാനമായും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. അതിൻ്റെ 24-ാമത്തെ വാക്യം, ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പം. ഈ ഒരു സംഭവത്തെക്കുറിച്ച് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുക എന്ന് പറയുന്നതിനെക്കുറിച്ച് പലതരം വ്യാഖ്യാനങ്ങൾ നിയമപണ്ഡിതന്മാർ അല്ലെങ്കിൽ വചനത്തെക്കുറിച്ച് നന്നായി പഠിപ്പിക്കുകയും ചെയ്യുന്നവർ എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട്. യഹൂദ നാട്ടിൽ സൂചിക്കുഴ എന്ന് പറയുന്ന ഒരു ഇടുങ്ങിയ കവാടമുണ്ടായിരുന്നുവെന്നും അതിലൂടെ യഹൂദന്മാരുടെ സ്ഥിരം സഞ്ചാര വാഹനമായിട്ടുള്ള ഒട്ടകം അത് വളരെ വലിപ്പമുള്ള ഒരു ജന്തുവാണ്. ഇതിന് ഒരിക്കലും ഈ ഇടുങ്ങിയ സൂചിക്കുഴ എന്ന വാതിലിലൂടെ കടക്കുവാനായിട്ട് കഴിയുമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് പോലെയാണ്, ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യം സാധിക്കുന്നു എന്നതുപോലെ അതിനെ ഉപമിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. മറ്റൊരു ട്രാൻസ്ലേഷനിൽ ഇതിന് ആലാത്ത് എന്നുള്ള ഒരു പദം ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നു. ഒട്ടകം എന്നുള്ളതിന് ആലാത്ത് എന്നുള്ള ഒരു പദം. ആലാത്ത് എന്ന് പറഞ്ഞാൽ അതിന് വടം എന്ന അർത്ഥമാണ്. അതായത് തുന്നുവാൻ ഉപയോഗിക്കുന്ന ഒരു സൂചിയുടെ കുഴയിലൂടെ ഒരിക്കലും ഒരു വടത്തിന് പ്രവേശിക്കാനായിട്ട് കഴിയുകയില്ല. വളരെ കനം കുറഞ്ഞ നൂലിന് മാത്രമാണ് അതിലൂടെ പ്രവേശിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ഈ വടം ഈ സൂചിയുടെ കുഴയിലൂടെ കടക്കുന്നത് പോലെയാണ് ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. എന്തു തന്നെയായിരുന്നാലും, അതിൻ്റെ വ്യാഖ്യാനം എന്തു തന്നെയായിരുന്നാലും അത് ഉദ്ദേശിക്കുന്നത് ഒന്ന് തന്നെയാണ്. ഒരിക്കലും സംഭവിക്കാൻ സാധിക്കാത്ത ഒരു കാര്യം സാധിക്കുന്നത് പോലെ എന്നുള്ള ഒരു അർത്ഥതലത്തിലാണ് അതിനെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒട്ടകത്തിന് അല്ലെങ്കിൽ വടത്തിന് ഒരിക്കലും ഒരു സൂചിക്കുഴയിലൂടെ കടക്കുവാനായിട്ട് കഴിയില്ല. ഒരു വലിയ ഒട്ടകം എന്ന് പറയുന്ന ഒരു മൃഗത്തിന് ഒരിക്കലും സൂചിക്കുഴ എന്ന് പറയുന്ന ആ ഇടുങ്ങിയ കവാടത്തിലൂടെ അപ്പുറത്തേക്ക് കടക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത് ധനവാന്, സമ്പത്ത് എന്ന് പറയുന്നത് സമൃദ്ധമായുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ ഒരു അനുഭവമാണ് എന്നതിനെ വ്യക്തമാക്കുന്ന ഒരു വചനഭാഗമാണ്. പണമുള്ള ആളുകൾ ഏറെ സങ്കടപ്പെട്ടു പോകുന്ന ഒരു വചനഭാഗമാണിത്. പലപ്പോഴും ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും ക്രിസ്തു പണത്തിന് എതിരാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. ഒത്തിരിയേറെ പണം സമ്പാദിക്കുന്നതിന് ക്രിസ്തു എതിരാകുന്നത് എങ്ങനെയാണ്? നമുക്ക് പഴയ നിയമ ഒരു പശ്ചാത്തലമൊക്കെ പരിശോധിക്കുമ്പോൾ ഒത്തിരിയേറെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടിയ ആളുകളെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അബ്രഹാം പിതാവിനെ തന്നെ നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം, അബ്രഹാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരാളാണ്. അബ്രഹാമിന് ദൈവത്തിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിരുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് നിരത്തുന്നത് അബ്രഹാമിന് കിട്ടിയിരുന്ന സമ്പത്തുക്കളെയാണ് എന്ന് നമുക്കറിയാം. അബ്രഹാമിൻ്റെ ആടുമാടുകളും കാളക്കിടാങ്ങളും അബ്രഹാമിനുള്ള സ്ഥലവും സമ്പത്തുമെല്ലാം അത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു തലമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമ്പന്നതയുടെ സമൃദ്ധിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ നടുവിൽ ആണ് നാം ജീവിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. യാക്കോബിൻ്റെ ഒക്കെ ജീവിത അനുഭവങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോഴും തീർച്ചയായിട്ടും ഒത്തിരിയേറെ അനുഗ്രഹത്തിൻ്റെ ഒരു തലം യാക്കോബിനുണ്ടായിരുന്നു. സമ്പത്ത് കൊണ്ട് ഏറെ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായിരുന്നു യാക്കോബ് എന്ന് നമുക്കറിയാം. തീർച്ചയായിട്ടും ആ അമ്മായിയപ്പൻ്റെ ഭവനത്തിൽ ജീവിക്കുന്നവനായ യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം അമ്മായിയപ്പൻ്റെ സ്വത്തിന് ഏറെ അവകാശിയായി യാക്കോബ് മാറുകയും അപ്രകാരം വലിയ സമ്പത്തിൻ്റെ ഉടമയായി മാറുകയും ചെയ്യുന്നു യാക്കോബ്. പക്ഷേ ഈ സമ്പത്തുകളും സ്ഥാനമാനങ്ങളും തനിക്കുള്ള എല്ലാ സൗകര്യങ്ങളുമായിട്ട് യാത്ര ചെയ്യുന്ന സമയത്താണ് യാക്കോബ് ദൈവദൂതനുമായിട്ട് മൽപ്പിടുത്തം നടത്തുകയും അവിടെ വെച്ച് ദൈവദൂതനോട് യാക്കോബ് പറയുന്ന ഒരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. യാക്കോബ് പറയുന്നതാണ്, അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന്. അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് യാക്കോബ് പറയുന്ന സമയത്ത് യാക്കോബ് വലിയ സമ്പന്നനാണ് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം യാക്കോബ് തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച സമ്പത്തിനെ അനുഗ്രഹമായിട്ട് കാണുവാൻ യാക്കോബിന് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ സമ്പത്തുള്ളവനായിരുന്നിട്ട് പോലും
അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് യാക്കോബ് ദൈവദൂതനോട് മൽപ്പിടുത്തം നടത്തുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ധ്യാനിക്കുമ്പോൾ യഥാർത്ഥ അനുഗ്രഹത്തിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് സമ്പത്താണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ പ്രത്യേക തരത്തിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ സജീവമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് സമ്പന്നതയുടെ സുവിശേഷം. ഞാൻ ഇതിനു മുൻപും ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ഈ മാധ്യമത്തിലൂടെ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ദൈവാത്മാവ് ഇന്നും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ മുൻപിൽ പങ്കുവെക്കാനായിട്ട് എൻ്റെ മനസ്സിൽ പ്രേരണ തരുന്നത് കൊണ്ടാണ് ഞാൻ ഈ ബോധ്യങ്ങൾ നിങ്ങളോടൊന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് സമ്പത്തിനെ അനുഗ്രഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡമായിട്ട് കാണുവാനായിട്ട് ആഹ്വാനം കൊടുക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങൾ, പ്രസംഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നിനക്ക് സമ്പത്തില്ല എങ്കിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവനല്ല. നിനക്ക് സമ്പത്ത് ഉണ്ട് എങ്കിൽ നീ ദൈവത്താൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നിനക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ സ്വീകരിക്കാനായിട്ട് കഴിയണമോ? ദൈവത്തോട് നീ പ്രാർത്ഥിക്ക്, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ സ്വീകരിക്ക്, സമ്പത്തിനെ സ്വീകരിക്ക്, ദൈവം നൽകുന്ന ഭൗതികമായ സമൃദ്ധിയെ സ്വീകരിക്ക്. അങ്ങനെ നിനക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ സ്വന്തമാക്കാം എന്നുള്ള സന്ദേശം ഇന്ന് ലോകത്തിൽ പ്രഘോഷിക്കപ്പെടുമ്പോൾ അതിലേക്ക് ഒത്തിരിയേറെ ജനങ്ങൾ ആകർഷിക്കപ്പെടുന്നുണ്ട്. കാരണം മനുഷ്യൻ പണത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്ന ഒരു കാലഘട്ടമാണ്. പണം സമ്പാദിക്കാൻ ഏതെല്ലാം മാർഗമുണ്ടോ അതിനെല്ലാം സ്വീകരിക്കാനായിട്ട് മനുഷ്യൻ തുനിഞ്ഞിറങ്ങുന്ന കാലഘട്ടത്തിൽ ഈ സുവിശേഷം മനുഷ്യൻ്റെ കാതുകളിൽ ഏറ്റവും കൂടുതൽ അവൻ്റെ കാതുകൾക്ക് സുഖം നൽകുന്നതായി മാറുന്നു, അവൻ്റെ മനസ്സിന് സംതൃപ്തി നൽകുന്നതായി മാറുന്നു. അതുകൊണ്ട് ഈ സമ്പന്നതയുടെ സുവിശേഷത്തിൻ്റെ പിന്നാലെ ജനം നെട്ടോട്ടമോടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെയാണ് ക്രിസ്തു പറയുന്ന ഈ വാചകങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ് എളുപ്പം എന്നുള്ളത്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ കാണേണ്ട ഒരു തലമുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സമ്പത്തിനെ സ്വന്തമാക്കുക എന്നുള്ളതാണോ യഥാർത്ഥമായ ദൈവികമായ അനുഗ്രഹം എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ അടുക്കൽ സംസാരിക്കാനായിട്ട് വന്ന ഒരു സഹോദരൻ പറഞ്ഞ ചില വാക്കുകൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഈ വ്യക്തിയുടെ അടുക്കൽ നിരന്തരമായിട്ട് ചില ആളുകൾ ഇയാളെ ക്യാൻവാസ് ചെയ്യാനായിട്ട് ചെല്ലുകയാണ്. നിങ്ങൾ ഈ സമ്പന്നതയുടെ സുവിശേഷത്തെ സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചില പുതിയ ബോധ്യങ്ങളും ഉൾക്കാഴ്ചകളും ഒക്കെ കൊടുക്കാൻ തക്കവണ്ണം അയാളെ നിരന്തരമായി ഉപദേശിക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് അദ്ദേഹം എന്നോട് പങ്കുവെക്കുകയുണ്ടായി. അദ്ദേഹം എന്നെ അന്വേഷിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞത്, അച്ഛാ, ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ ചെറുക്കാനായിട്ട് എൻ്റെ മനസ്സിൽ കൃത്യമായ രൂപങ്ങൾ കിട്ടുന്നില്ല. അതുകൊണ്ട് അതിന് വേണ്ടതായിട്ടുള്ള വചനവും ചില ആശയങ്ങളും ബോധ്യങ്ങളും ഒക്കെ അച്ഛൻ എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം എൻ്റെ അടുക്കൽ വന്ന് എന്നോട് സംസാരിക്കാനായിട്ട് തയ്യാറായത് തന്നെ. ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇതാണ്. ഇദ്ദേഹം സമ്പന്നതയുടെ ഒരു തലത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല. ഒരുപാട് പാവപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ ജീവിക്കുന്നു. പക്ഷെ ഇദ്ദേഹത്തെ ഈ സമൂഹം ആകർഷിക്കുന്നത് സമ്പന്നതയിലേക്ക് ദൈവം നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിനക്ക് സമ്പത്ത് തരാൻ ദൈവം തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ ഈ മനുഷ്യന് ഒരു വലിയ തുക ഈ സമ്പന്നതയുടെ സുവിശേഷത്തിൻ്റെ ആളുകൾ ഈ മനുഷ്യന് കൊടുക്കുകയുണ്ടായി. അന്ന് ഇദ്ദേഹം അത് നിരസിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചില ആളുകൾ ഇദ്ദേഹത്തോട് ചോദിച്ചു, അത്രേ മോനെ, നീ എന്തുകൊണ്ട് ആ പണം വാങ്ങിച്ചില്ല? അത് അനുഗ്രഹിക്കപ്പെട്ട പണമായിരുന്നു, നീ എന്തുകൊണ്ട് ആ പണം വാങ്ങിക്കാനായിട്ട് തയ്യാറായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഉപദേശിക്കാനായിട്ടിടയായി എന്ന് ഈ മനുഷ്യനോട് പങ്കുവെക്കുകയുണ്ടായി. സഹോദരങ്ങളെ, അനുഗ്രഹിക്കപ്പെട്ട പണം, അതെ, പണം ധൂർത്തടിക്കുന്നതിന് ആത്മീയമായ ഒരു പരിവേഷം സൃഷ്ടിക്കുകയാണ് പലപ്പോഴും ഈ സമ്പന്നതയുടെ സുവിശേഷം പ്രഘോഷിക്കുന്ന വ്യക്തികൾ ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ കർത്താവ് പറയുന്ന ഈ വാചകം നമ്മൾ ശ്രദ്ധിക്കണം. ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് പോലെയാണ് ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. പണത്തെ അനുഗ്രഹവൽക്കരിച്ചുകൊണ്ട് ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ദൈവികമായ അനുഗ്രഹം അത് ഭൗതികമായ സമ്പത്താണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് മനുഷ്യനെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു തെറ്റായ ചിന്തയുടെ പിന്നാലെ, ബോധ്യത്തിൻ്റെ പിന്നാലെ നമ്മൾ പോകരുത് എന്നുള്ള ശക്തമായ സന്ദേശമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് ഈ വചനഭാഗത്തൂടെ നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്ന ചില വാക്കുകൾ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയാണ്.
യേശു ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞത് ഇങ്ങനെയുള്ളവർക്ക്, ധനവാനായിട്ടുള്ളവർക്ക്, സമ്പത്തിനെ അമിതമായി ലാളിക്കുന്നവർക്ക്, ഭൗതികമായ സമ്പത്തിനെ ദൈവാനുഗ്രഹമായി കാണുന്നവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നാണ്. എങ്കിൽ ഇതിൻ്റെ സമാപന ഭാഗത്ത് 29-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നു, എൻ്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ എല്ലാം വിട്ടുകളഞ്ഞവന് അത് 100 മടങ്ങായി തിരിച്ച് ലഭിക്കും. അവൻ നിത്യജീവനെയും അവകാശമാക്കും.